إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد اتقوا الله عباد الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സർവലോകരക്ഷിതാവായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയും മുസ്ലിങ്ങളായി മുവഹിദുകളായി മരണം വരിക്കാൻ അവന്റെ ദീനിനോട് കൂറും ഭക്തിയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു നമ്മേവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് വിവിധ പ്രസ്ഥാനങ്ങളിലും സംഘങ്ങളിലും ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് നാം ഓരോരുത്തരും. മതപരവും രാഷ്ട്രീയപരവും സാമൂഹികപരവും കാരുണ്യപരവുമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവരാണ് നമ്മൾ. മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവന്റെ സംഘബോധവും സാമൂഹികമായി കാര്യങ്ങൾ നിർവഹിക്കാനുള്ള താൽപര്യവുമാണ്. ഒരാൾക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന വസ്തുത അത് വളരെ വിശദമായി ഒന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. ഇസ്ലാം സാമൂഹിക ജീവിതത്തിന് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. ഏറ്റവും മൗലികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ അഥവാ സത്യവിശ്വാസിയുടെ ഏതു പ്രവർത്തനങ്ങളും മതപരമായ ചിട്ടയുടെയും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം. രാഷ്ട്രീയമെന്നോ മതമെന്നോ സാംസ്കാരികമെന്നോ വ്യത്യാസമില്ലാതെ അവന്റെ ജീവിതം മുഴുവൻ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വഴിപ്പെട്ടായിരിക്കണം അവൻ ജീവിക്കേണ്ടത്. മതത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള സമീപനങ്ങൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. ഏതു തരത്തിലുള്ള കാര്യങ്ങളായിരുന്നാലും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന അടിസ്ഥാന ബാധ്യതയാണ്
ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ടത്? വിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ വചനങ്ങൾ സംഘപ്രവർത്തനങ്ങളെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലെങ്കിൽ സംഘടിതമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒരേ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളല്ല. ഉമ്മത്ത്, റഹത്ത്, ഹിസ്ബ്, ഫിർഖത്ത്, ഷിയഅത്ത് തുടങ്ങിയ പദങ്ങളിലൂടെയാണ് വിശുദ്ധ ഖുർആൻ സംഘടിത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. അതിലേറ്റവും മര്യാദയുള്ളതും മാതൃകയുള്ളതും തെറ്റായ ഒരു പരിഗണനയ്ക്ക് ഉപയോഗിക്കാത്തതുമായ പദമാണ് ഉമ്മത്ത് എന്ന പദം. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളിൽ നിന്ന് ഉണ്ടായിത്തീരണം എന്ന് പറയുന്നത് ഉമ്മത്താണ്. സാമൂഹികമായ ബോധവും പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനുമുള്ള ഓരോരുത്തരുടെയും മതതാൽപര്യവും പരിഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു സംഘത്തിനാണ് ഉമ്മത്ത് എന്ന് പറയുന്നത്. അറബി ഭാഷയിൽ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ പദപ്രയോഗത്തെ നേർക്കുനേരെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യം നമുക്കറിയാം. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഉമ്മത്തായി മാറേണ്ടതുണ്ട്. അങ്ങനെ മാറേണ്ടത് ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ അത്തരമൊരു സമീപനമുണ്ടാകേണ്ടത്. ഒരു സാമൂഹികമായ ജീവിതം നിങ്ങൾ നയിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. ആ ജനങ്ങളിൽ സത്യവിശ്വാസികളും സത്യനിഷേധികളുമുണ്ടാകും. എന്നാൽ മനുഷ്യൻ എന്ന പരിഗണനയിലായിരിക്കണം നിങ്ങളുടെ ജീവിതം. സത്യവിശ്വാസികൾക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയമായ സമീപനം നിങ്ങളിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല. മതപ്രവർത്തനങ്ങളിലോ സാമൂഹിക പ്രവർത്തനങ്ങളിലോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലോ വിഭാഗീയത പ്രകടമാകുന്ന ഒരു സമീപനവും സത്യവിശ്വാസി സ്വീകരിക്കാൻ പാടില്ല. മതവിരുദ്ധമായ ഏതു പ്രവർത്തനങ്ങളും ഒരു സത്യവിശ്വാസിക്ക് സ്വീകരിക്കാം. നേർക്കുനേരെ പറഞ്ഞാൽ വിവിധ സംഘങ്ങളായി വിവിധ വിഭാഗങ്ങളായി സത്യവിശ്വാസിയായ ഒരു മനുഷ്യന് പ്രവർത്തിക്കുന്നതിന് മതം തടസ്സമല്ല. പക്ഷേ അവന്റെ പ്രവർത്തനം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നവനായിരിക്കണം. വതൻഹൗന അനിൽ മുൻകർ, തെറ്റായ കാര്യങ്ങളെ, വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളെ തടുക്കാൻ അവന് കഴിയുകയും ചെയ്യണം. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വർഗീയതയെ സംബന്ധിച്ച് ചോദിക്കുകയുണ്ടായി. അസ്വബിയത്ത് എന്താണ് എന്നത്. വർഗീയത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് തീരെഴുതി കൊടുത്തിട്ടുള്ള ഒരു പദപ്രയോഗമോ ഒരു പ്രവർത്തന രീതിയോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനു പറഞ്ഞത് അൻ തുഈന ഖൗമക അല ദുൽമി എന്നാണ്. എന്താണ് വർഗീയത എന്ന് പറഞ്ഞാൽ അൻ തുഈന ഖൗമക, നീ നിന്റെ സംഘത്തെ, നീ നിന്റെ ഖൗമിനെ, നിന്റെ കൂടെയുള്ളവരെ നീ സഹായിക്കുകയാണ്. അലദ്ദുൽമി, തെറ്റായ കാര്യത്തിൽ, അതിക്രമത്തിൽ. നമ്മുടെയൊക്കെ സാമൂഹികമായ ജീവിതത്തിൽ പൊതുവെ കടന്നുവരുന്ന ഒരു രീതിയാണിത്. നാം പ്രതിനിധീകരിക്കുന്ന സംഘങ്ങളും പാർട്ടികളും പ്രവർത്തനങ്ങളും അവർ തെറ്റു ചെയ്താൽ ആ തെറ്റിനെ പ്രതിരോധിക്കാനോ തെറ്റിനെ തെറ്റായി പരിഗണിക്കാനോ സാധ്യമാകാതെ വരുന്നു. നന്മയായ ഒരു കാര്യം അത് നന്മയല്ലെങ്കിലും ശരി നന്മയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. തെറ്റായ ഒരു കാര്യത്തിൽ നീ നിന്റെ കൂടെയുള്ളവരോട് സഹകരിക്കുന്നുവെങ്കിൽ, അവരെ നീ അതിന് സഹായിക്കുന്നുവെങ്കിൽ,
പ്രത്യക്ഷമായോ പരോക്ഷമായോ നീ അതിന്റെ പിന്തുണ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ അതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്. അത്തരത്തിലൊരു വർഗീയമായ സമീപനം സ്വീകരിക്കുന്ന ഒരാൾ ഒരു കാരണവശാലും സ്വർഗാവകാശിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സൂചിപ്പിച്ചു, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നന്മ കൽപ്പിച്ച് തിന്മ വിരോധിച്ച് അടങ്ങിയിരിക്കുകയല്ല, സത്യവിശ്വാസിയായി നിങ്ങൾക്ക് മാറാൻ കഴിയണം. മതനിരാസ പ്രസ്ഥാനങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ധർമ്മത്തിനെതിരായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, മനുഷ്യന്മാരെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്, വിവിധ തരത്തിലുള്ള വർഗീയ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവരുണ്ട്. ഒരു വേള അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള പല കക്ഷികളുമായും പ്രവർത്തനങ്ങളുമായും നമ്മൾ ഇടപഴകുന്നവരാണ്. ആ ഇടപഴകുന്ന സമയത്ത് ഖുർആൻ സ്വീകരിക്കുന്ന സമീപനത്തെക്കുറിച്ചാണ് നിങ്ങളൊരു കാരണവശാലും അത്തരത്തിലുള്ള വർഗീയമായ സമീപനം സ്വീകരിക്കരുത് എന്നത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ടാമത്തെ മര്യാദ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നതായിരിക്കണം സാമൂഹിക സംഘപ്രവർത്തനത്തിന്റെ അടിത്തറ എന്ന് നിനക്ക് ബോധ്യമാണെങ്കിൽ രണ്ടാമത്തേത് കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്. കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി, നീ നീതിപൂർവകമായ സമീപനമായിരിക്കണം സ്വീകരിക്കേണ്ടത്. ശുഹദാ ലില്ലാഹ്, സർവാധിനാഥനായ പടച്ചതമ്പുരാന്റെ സാക്ഷിത്വം നിർവഹിക്കുന്ന, അള്ളാഹുവിന്റെ നിയമത്തിന് വധിപ്പെട്ടും വിധേയപ്പെട്ടും സാക്ഷ്യം വഹിച്ചുകൊണ്ടും നീ മുന്നോട്ടു പോകുന്നുവെങ്കിൽ നിന്റെ മാർഗത്തിലുണ്ടായിരിക്കേണ്ടത് നീതിയാണിരിക്കണം. ആ നീതി എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യം നിന്റെ കൂടെയുള്ളവർ ചെയ്താൽ ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ അതിനെ എതിർക്കുന്നത്, ഞാനത് എതിർക്കുന്നതോടുകൂടി എനിക്ക് ഇന്ന ഭൗതികമായ നഷ്ടങ്ങളുണ്ട്, ഞാൻ പിന്തുണക്കുന്നതോടുകൂടി അതിന് ഇന്ന ലാഭങ്ങൾ വരാനുണ്ട്. അത് ആത്യന്തികമായി സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള വേർതിരിവിന്റെ മാർഗമല്ല. ഭൗതികമായി ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിജപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. മഹാഭൂരിപക്ഷം ഇത്തരം രംഗങ്ങളിൽ മതങ്ങളിലും മതപ്രവർത്തനങ്ങളിലും ഒരു വേള കൂടുതലായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന വിഷയമാണിത്. കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്. നീതിപൂർവകമായ സമീപനം സ്വീകരിക്കുന്നിടത്ത് നമ്മൾ പിറകോട്ട് പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറ മാഇദയിലൂടെ വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു. നിങ്ങൾക്കാരോടെങ്കിലും എതിർപ്പുണ്ട് എങ്കിൽ, ഒരു വേള ഭാഷാപരമായി മനസ്സിലാക്കുന്നതിന് നിങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ എതിർച്ചേരിയിൽ നിൽക്കുന്നുവെങ്കിൽ, നിങ്ങൾ സ്വീകരിക്കുന്ന മാർഗമോ മാനദണ്ഡമോ സ്വീകരിക്കാത്തവരാണ് എങ്കിൽ, നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ ഉയർച്ചയ്ക്കും അവർ തടസ്സമായി വർത്തിക്കുന്നുണ്ട് എങ്കിൽ, ഏതൊക്കെ തരത്തിലായിരുന്നാലും ശരി, നിങ്ങളോട് യോജിക്കാത്ത ഒരു ജനവിഭാഗത്തോട് നിങ്ങൾ നീതി നിർവഹിക്കുന്നതിന് നിങ്ങൾക്കൊരിക്കലും തടസ്സമുണ്ടാകാൻ പാടില്ല. നീതിപൂർവകമായിട്ടായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. റോമയും പേർഷ്യയും രണ്ട് മഹാപ്രസ്ഥാനങ്ങളും രാജ്യങ്ങളുമായിരുന്നു. റോമ പേർഷ്യ സാമ്രാജ്യം എന്നത് നമുക്കറിയാം. ഈ രണ്ട് സാമ്രാജ്യങ്ങളും ഏകദൈവ വിശ്വാസികളായിരുന്നില്ല. ഒന്ന് അഗ്നിയാരാധകരായിട്ടുള്ള ആളുകളാണ്, മറ്റൊന്ന് ഏകദൈവ വിശ്വാസ വിരുദ്ധമായി സ്വീകരിക്കുന്നവരാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ അവിടെ രേഖപ്പെടുത്തിയത് ഗുലിബത്തിർ റൂം, റോം ജയിക്കുക തന്നെ ചെയ്യും എന്നതാണ്. ആ റോമിന്റെ കൂടെ നിൽക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കാൻ വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്തത്. എന്തുകൊണ്ട്? അടിച്ചമർത്തലിന് വിധേയമാകുന്ന വർദ്ധിത സമൂഹമായിരുന്നു റോമാ സാമ്രാജ്യം എന്നതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ അവിടെ നമുക്ക് പരിചയപ്പെടുത്തിയത് അവരുടെ നന്മയിൽ, അവരുടെ നീതിയിൽ, അവരുടെ ധർമ്മത്തിൽ നിങ്ങൾ പങ്കാളികളാകേണ്ടതുണ്ട് എന്ന കാര്യമാണ്. ധർമ്മം, നീതി, സത്യം, സ്നേഹം, ശത്രുതയില്ലായ്മ എന്നൊക്കെ പറയുന്നതിന്
പൊതുവായ ഒരു സമീപനമാണ് ലോകത്തു കാണാൻ കഴിയുന്നത്. മതമില്ലാത്തവനും മതമുള്ളവനും നീതിയും ധർമ്മവും സത്യവും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ചില വ്യത്യാസങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നീതിപൂർവകമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. മതപരമായ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രവർത്തനത്തിന്റെ മൂന്നാമത്തെ മാനദണ്ഡം എന്നത് നന്മയിൽ സഹകാരിയായി മാറുക എന്നതും തിന്മയിൽ സഹകരിക്കരുത് എന്നതുമാണ്. ശത്രുതയുണ്ടാക്കുന്നൊരു സമീപനം ഒരു സത്യവിശ്വാസിയുടെ ഭാഗത്തുനിന്ന് ഒരു നിലക്കും കടന്നു വരാൻ പാടില്ല. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. സൂറ മാഇദയിൽ 52-ാമത്തെ വചനത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെ മാനദണ്ഡം വതആവനു, നിങ്ങൾ പരസ്പരം സഹകാരികളായി മാറുക. അലൽ ബിർരി വത്തഖ്വ, ബിർറായ കാര്യങ്ങൾ നന്മയായ കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കണം. വത്തഖ്വ, സൂക്ഷ്മതയുടെ കാര്യത്തിലും നിങ്ങൾ സഹകരിക്കേണ്ടതുണ്ട്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മയുടെയോ ശത്രുതയുടെയോ ഭാഗത്ത് നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ പാടുള്ളതല്ല. മതത്തിൽ സത്യമേ പറയാവൂ, രാഷ്ട്രീയത്തിൽ അസത്യം പറയാമെന്നത് ദീനിന്റെ ഭാഗമല്ല. മതത്തിൽ ചീത്ത വിളിക്കാൻ പാടില്ല, രാഷ്ട്രീയത്തിൽ ചീത്ത വിളിക്കാമെന്നത് ഇസ്ലാമിന്റെ ഭാഗമല്ല. സത്യവിശ്വാസിയായൊരു മനുഷ്യന് അവൻ ഏതെങ്കിലും സംഘപ്രവർത്തനങ്ങളിൽ മതപരമോ സാമൂഹികമോ രാഷ്ട്രീയമോ സാംസ്കാരികമോ ആയ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ പ്രവർത്തനങ്ങൾ അഖിലവും അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗപ്രവേശനത്തിന് സാധ്യതയുള്ളതായിരിക്കണം. നന്മയായ കാര്യമാണ് എങ്കിൽ അതിന് സഹകരിക്കാൻ കഴിയണം. ആ വിഭാഗം ഈ വിഭാഗം എന്ന് പറയുന്ന വൈര്യനിര്യാതന ബുദ്ധി മതപ്രവർത്തനത്തിലും സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഒരുപക്ഷേ ഓരോ ആളുകളുടെയും യുക്തിവിചാരമനുസരിച്ച് ധർമ്മവിചാരമനുസരിച്ച് സത്യാസത്യങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കക്ഷികളിലോ പാർട്ടികളിലോ സംഘങ്ങളിലോ പ്രസ്ഥാനങ്ങളിലോ ഗ്രൂപ്പുകളിലോ ഇടപെട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കാം. ആ പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നന്മയുടെ രംഗത്തും സൂക്ഷ്മതയുടെ രംഗത്തും ഒരു മനുഷ്യന് സഹകരിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ അവിടെ സഹകരിക്കാം. മതവിരുദ്ധമാണ് എങ്കിൽ അവിടെ സഹകരിച്ചുകൂടാ. മതവിരുദ്ധമായ അടിത്തറയിൽ രൂപീകരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്ന അതിനെ വളർത്തുന്ന ഒരു സമീപനവും സത്യവിശ്വാസിയുടെ മാർഗത്തിൽ നിന്ന് സ്വീകരിക്കാൻ പാടില്ല. മതത്തിന് അതിന്റേതായൊരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അലൽ ബിർരി വത്തഖ്വ, ബിർറിലും തഖ്വയിലുമായിരിക്കണം നീ പ്രവർത്തിക്കേണ്ടത്. മുസ്ലിം പേരുകളിൽ അറിയപ്പെട്ടതുകൊണ്ട് ബിർറും തഖ്വയും ഉണ്ടാകണമെന്നില്ല. അമുസ്ലിം പേരുകളിലോ അമുസ്ലിം നേതൃത്വത്തിന്റെ കീഴിലോ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് ബിർറും തഖ്വയും ഇല്ലാതിരിക്കണമെന്നുമില്ല. സൂചിപ്പിക്കുന്നത് ഓരോരോ സംഘങ്ങളും പ്രവർത്തിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിന് അതിന്റേതായൊരു മാനിഫെസ്റ്റോ ഉണ്ട്, അതിന്റേതായൊരു നിലപാടുണ്ട്, അതിന്റേതായ പ്രവർത്തന മാർഗങ്ങളുണ്ട്. ആ മാനിഫെസ്റ്റോയും നിലപാടുകളും ഒക്കെ നീ സ്വീകരിക്കുമ്പോ നന്മയുടെ ഭാഗത്താണോ സൂക്ഷ്മതയുടെ ഭാഗത്താണോ നിനക്ക് പരസ്പരം സഹകരിക്കാം. വലാ തആവനു അലൽ ബിർരി ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങളൊരിക്കലും തെറ്റായ കാര്യത്തിലോ ശത്രുതയുണ്ടാക്കുന്ന വിഷയത്തിലോ സഹകരിക്കാൻ പാടുള്ളതല്ല എന്നത്. ഒരു വേള സാമൂഹികമായ മാധ്യമങ്ങളിൽ നാം കാണുന്നതും ഒരുപക്ഷെ നമ്മൾ വായിക്കുന്നതും നമ്മൾ പിന്തുണയർപ്പിക്കുന്നതും നമ്മൾ ലൈക്ക് ചെയ്യുന്നതും നമ്മൾ ഷെയർ ചെയ്യുന്നതും വിശുദ്ധ ഖുർആൻ അടിസ്ഥാനപരമായി പറഞ്ഞിട്ടുള്ള ഈ ആശയത്തിന് യോജിക്കുന്ന കാര്യമാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. എന്റെ പാർട്ടിയും എന്റെ പ്രസ്ഥാനവും എന്റെ ആളുകളും ചെയ്താൽ അതിന് നന്മയായും അതിന് ഗുണമായും അത് വികസനമായും അത് വളർച്ചയായും അത് ഉയർച്ചയായും പരിഗണിക്കുന്നു. എന്നാൽ മറ്റുള്ളവരാണെങ്കിലോ ഏതെങ്കിലും തരത്തിൽ ന്യായീകരണ ബുദ്ധി കൊണ്ട് ആ സത്യത്തെയും ആ ധർമ്മത്തെയും ആ നീതിയെയും ആ നല്ല സമീപനത്തെയും ചെറുതാക്കി കാണിക്കുകയും അസഭ്യവർഷങ്ങൾ കൊണ്ട് അപകടപ്പെടുത്തുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായൊരു കാര്യമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മൗനം പോലും നാളെ പരലോകത്ത് വിചാരണയ്ക്ക് വിധേയമാണ് എന്ന ഗൗരവപരമായ ബോധ്യം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട്. നാലാമത്തെ ഭാഗമായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രേഖപ്പെടുത്തിയിട്ടുള്ളത് കക്ഷിത്വത്തിലേക്ക് നീ പോകാൻ പാടില്ല എന്നതാണ്. മതപരമായ പ്രവർത്തനത്തിലും കക്ഷിത്വത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഹിസ്ബിയ, ഫിറഖ് എന്ന് പറയുന്ന രണ്ട് പദങ്ങളിലൂടെയാണ്
വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഹിസ്ബ് എന്ന് പറഞ്ഞാൽ എന്റെ പാർട്ടി എന്ന വികാരം നൽകുന്നതിനാണ്. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഓരോ സംഘങ്ങളും അവരുടെ കയ്യിലുള്ളത് എന്താണോ അതിനനുസരിച്ചുകൊണ്ട് സന്തോഷത്തോടെയും അത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ആത്മശക്തിയോടെയും പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ ഹിസ്ബിയത്ത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആ ഹിസ്ബിയത്ത് എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു കക്ഷിത്വത്തിന്റെയോ മാത്സര്യത്തിന്റെയോ ഗണങ്ങൾ രൂപങ്ങൾ ഉള്ളതാകണമെന്നില്ല. നേരെ മറിച്ച് എന്റെ പാർട്ടി എന്റെ വിഭാഗം എന്ന് പറയുന്ന വികാരം ശക്തിപ്പെടുമ്പോഴാണ് രണ്ടാമത്തെ തലത്തിലേക്ക്, അതിന്റെ മുകളിലുള്ള തലത്തിലേക്ക് ഒരു മനുഷ്യനെത്തുന്നതിന് അത് ഫിറഖ് എന്നതാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. പൂർണ്ണമായ കക്ഷിത്വം, പൂർണ്ണമായ വിഭാഗീയത, പൂർണ്ണമായ തരത്തിൽ രണ്ട് ഭാഗമായി മാറി നിന്നുകൊണ്ട് ചേരിതിരിഞ്ഞ് മുന്നേറ്റു പോകുന്ന അവസ്ഥ എന്നതാണ് ഫിറഖ് എന്ന് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് രീതിയും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇത്തരം ഘട്ടങ്ങളിൽ നന്മയായ ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അതിനെ പിന്തുണക്കാം, പിന്തുണക്കാതിരിക്കാം. അത് ഒരു മനുഷ്യന്റെ ധർമ്മബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ തെറ്റായ ഒരു കാര്യമാണ് എങ്കിലോ അതിനെ പിന്തുണക്കാം, പിന്തുണക്കാതിരിക്കാം. അത് ശരിയാകാം, ശരിയാകാതിരിക്കാം എന്നൊരു സമീപനമില്ല. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, നന്മയായ ഒരു കാര്യമാണെങ്കിൽ ആ നന്മയെ ഒരാൾക്ക് പിന്തുണക്കാം, പിന്തുണക്കാതിരിക്കാം. അതിനെതിരായി അയാൾ പ്രവർത്തിക്കാതിരുന്നാൽ മതി. എന്നാൽ തെറ്റായ ഒരു കാര്യമാണ് എങ്കിൽ ആ തെറ്റിനെ പ്രത്യക്ഷമായോ പരോക്ഷമായോ പിന്തുണയർപ്പിക്കുന്നതോ വളർത്തുന്നതോ ശക്തിപ്പെടുത്തുന്നതോ സഹകരിക്കുന്നതോ ആയിട്ടുള്ള സമീപനം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഫലിയുഗയ്യിർ ബിയദിഹി, നിങ്ങൾ അതിനെ കൈകൊണ്ട് തടുക്കാൻ കഴിയണം. ആ കൈകൊണ്ട് തടുക്കുന്നത് ഒരു പക്ഷേ പ്രതിസന്ധിക്ക് കാരണമാകാം. ചിലപ്പോൾ സാധ്യമായില്ല എന്ന് വന്നേക്കാം. ചിലപ്പോൾ അങ്ങനെ ചെയ്താൽ വലിയൊരു തെറ്റിലേക്ക് അത് പോകുന്ന അവസ്ഥയും ഉണ്ടാകാം. നിങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം ആ സമീപനം സ്വീകരിക്കേണ്ടത്. അത്തരം ഒരു സമീപനത്തിൽ ഫലിയുഗയ്യിർ ബിയദിഹി, നിങ്ങൾ അവിടെയുള്ള അവസ്ഥയെ തന്റെ കൈകൊണ്ട് മാറ്റപ്പെടുത്താൻ ശ്രമിക്കണം. എന്നിട്ടും അത് കഴിയുന്നില്ല എങ്കിൽ ഫബിലിസാനിഹി, അവന്റെ നാവ് കൊണ്ടെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ അവന് കഴിയേണ്ടതുണ്ട്. ചെയ്തത് ശരിയായില്ല എന്നെങ്കിലും പറയാൻ കഴിയണം, അത് തെറ്റാണ് എന്നെങ്കിലും പറയാൻ കഴിയണം. നാവ് കൊണ്ടും കൈകൊണ്ടും നിങ്ങൾക്ക് ആ തിന്മയായ കാര്യത്തെ എതിർക്കാനും പ്രതിരോധിക്കാനും മാറ്റം വരുത്താനും തഗയ്യുർ ചെയ്യാനും സാധ്യമാകുന്നില്ല എങ്കിൽ ഫബിഖൽബിഹി, അവന്റെ ഹൃദയം കൊണ്ടെങ്കിലും അതിനോട് വിയോജിക്കണം. അവന്റെ ഖൽബ് കൊണ്ടെങ്കിലും അതിനോട് അവൻ വിയോജിക്കണം. ലോകത്തെല്ലാ ആളുകൾക്കും സാധ്യമാകുന്നൊരു കാര്യമാണത്. ഒരു തെറ്റ് കാണുന്നു, തെറ്റാണെന്ന് ബോധ്യമുണ്ടാകുന്നു, പക്ഷെ മിണ്ടാൻ പോകുന്നില്ല. എനിക്കതിഷ്ടമില്ല, ഞാനത് താല്പര്യപ്പെടുന്നില്ല, എനിക്കതിനോട് ഒട്ടും യോജിപ്പില്ല എന്ന് മനസ്സിൽ വരുന്നു. അങ്ങനെയുള്ളൊരു സമീപനമാണ് അവൻ സ്വീകരിക്കുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് അർദലും മിനൽ ഈമാൻ, ഈമാനിൽ നിന്ന് ഏറ്റവും ദുർബലമായൊരു കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയുണ്ടായി. എന്നിരുന്നാലും ശരി, ആ ഒരു സമീപനം സ്വീകരിക്കാൻ നിനക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നതാണ് വിശുദ്ധ ഖുർആൻ മുന്നിൽ വെക്കുന്ന കാര്യം. അതുകൊണ്ട് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഈ 4 കാര്യങ്ങൾ നമ്മുടെ സാമൂഹികമായ ജീവിതത്തിലും സംഘപ്രവർത്തനങ്ങളിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടതുണ്ട്. കാരണം എന്റെ ഓരോ വാക്കും നോക്കും ഇടപെടലുകളും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണക്ക് വിധേയമാണ്. രാഷ്ട്രീയപരമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നീ അത് ചെയ്തത് അല്ലേ, കുഴപ്പമില്ല. മതപരമായിട്ടുള്ള കാര്യമാണോ എങ്കിൽ അത് വിചാരണക്ക് വിധേയമാണ് എന്നൊരു വേർതിരിവ് അവിടെ ഇല്ല. മതമായിരുന്നാലും രാഷ്ട്രീയമായിരുന്നാലും സംസ്കാരമായിരുന്നാലും വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ പറഞ്ഞ അടിസ്ഥാനപരമായ ഈ മാർഗദർശനങ്ങളും മാനദണ്ഡങ്ങളും ജീവിതത്തിൽ പാലിക്കുകയും നാളെ പരലോകത്ത് സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.
إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ആദർശപിതാവായി പരിഗണിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രവും അനുബന്ധമായ കാര്യങ്ങളും സ്മരിക്കുകയും ഹജ്ജുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന യാത്രയും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമയത്താണ് നാം ഉള്ളത്. നമ്മുടെ ബന്ധുക്കളും സഹോദരങ്ങളുമായ കുറെ ആളുകൾ ഹജ്ജിന് യാത്ര ചോദിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഉള്ളത്. മതപരമായ ഒരു പുണ്യകർമ്മമോ മതപരമായി പ്രാധാന്യമുള്ളതോ പ്രതിഫലാർഹമായിട്ടുള്ള ഒരു കാര്യമോ അല്ല യഥാർത്ഥത്തിൽ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് പ്രത്യേകമായ ചട്ടവട്ടങ്ങളോടുകൂടിയിട്ടുള്ളൊരു യാത്രയപ്പ് നൽകുക എന്ന് പറയുന്നത്. അഥവാ അത് നമ്മുടെ ഒരു ബാധ്യതയായി ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല എന്നർത്ഥം. യാത്ര പോകുന്ന ഒരാൾ അവന് ബന്ധമുള്ളതും അറിയുന്നതുമായ വഴികളിലൂടെ ദുനിയാവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കുകയും പൂർണ്ണമായ അർത്ഥത്തിൽ സംശുദ്ധമായ രീതിയിൽ തങ്ങൾ തമ്മിലുള്ള കെട്ടുബന്ധങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നത് അവന്റെ മേൽ ബാധ്യതയാണ്. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും സമ്പത്തുകൊണ്ടുമൊക്കെ പരിഹരിക്കേണ്ട കാര്യമാണ്. ഹജ്ജിന് പോകുന്നവരും ഹജ്ജിന് പോകാത്തവരും ഏറ്റവും അനിവാര്യമായി നിർവഹിക്കേണ്ട ഒരു ബാധ്യതയാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. അത് കേവലം ഒരു മാംസാഹാരം കഴിക്കുക എന്നതിൽ പരിമിതപ്പെടേണ്ട ഒന്നല്ല. ബലികർമ്മം എന്നത് ഏറ്റവും പവിത്രമായ ആരാധനകളിൽ ഒന്നാണ്, ഇബാദത്തുകളിൽ ഒന്നാണ്. ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രം നിർവഹിക്കേണ്ടതാണ്. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിദാനമോ ബലികർമ്മമോ നിർവഹിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റായി ഇസ്ലാം പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ കീശയിലേക്ക് നോക്കിയാൽ 1 അല്ലെങ്കിൽ 7 ഹരിയോ എത്തിച്ചേർക്കാവുന്ന പണം നമ്മളിൽ ഉണ്ടാകുക സാധ്യത കുറവായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എനിക്കതിന്റെ ബാധ്യതയില്ല എന്നതാണ്. നമ്മുടെ വയസ്സെത്രയാണോ, നമ്മുടെ പ്രായപൂർത്തി എത്രയാണോ, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം, ആ വരുമാനം കിട്ടിത്തുടങ്ങുന്ന കാലം മുതൽ കുത്തുബ കേൾക്കുന്നവരും ഇസ്ലാമിക കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരും ബലിപെരുന്നാളിൽ പങ്കെടുക്കുന്നവരും ഒക്കെയാണ് നമ്മൾ. അന്നൊക്കെ നമ്മൾ ദുൽഹിജ്ജ മാസം വരുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പോ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ പറയുമ്പോ 8,000-ഉം 9,000-ഉം 4,000-ഉം പറയുമ്പോ എന്റെ കയ്യിൽ 10 പൈസയില്ല എന്ന് നമ്മളാണ് തീരുമാനിക്കും. എന്നാൽ അടുത്ത കൊല്ലം ഇത് വരാനുണ്ട്, അള്ളാഹു എനിക്ക് ആയുസ് നൽകുമോ, നൽകിയാൽ ഞാൻ എന്ത് ചെയ്യണം, ഇതിനെപ്പറ്റിയുള്ള ആലോചന അവന്റെ മുമ്പിലില്ല, കരുതി വെക്കലില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു കരുതൽ സംഖ്യ നമ്മൾ സ്വീകരിച്ചാൽ വലിയ ഒരു മാറ്റം നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ മഹല്ലിലോ അല്ലെങ്കിൽ നാം ഇടപെടുന്ന സ്ഥലങ്ങളിലോ കൂടുതൽ ഉരുവിനെ അറുത്ത് എണ്ണമണ്ണങ്ങൾ കൂട്ടി ഭക്ഷണം എന്ന നിലയ്ക്ക് തന്നെ മാംസം കഴിച്ചും കഴിക്കാതെയും ആകെക്കൂടെ പ്രയാസപ്പെടുത്തുന്നൊരു ഘട്ടുണ്ടാക്കാനല്ല ഈ പറയുന്നത്. ഇതേപോലെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത കുറേ മനുഷ്യന്മാർ കേരളത്തിന് പുറത്ത് വിവിധ സ്ഥലങ്ങളിലുണ്ട്. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുമൊക്കെ വർഷത്തിൽ പെരുന്നാളിന്റെ സമയത്തും മാത്രം ഒന്ന് മാംസം കഴിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. അതവിടെയുള്ള നിയമത്തിന്റെയോ എതിർപ്പിന്റെയോ പേരിലല്ല, അവർക്ക് ലഭിക്കാത്തതുകൊണ്ടാണ്, പരമദരിദ്രരായി അവർ ജീവിക്കുന്നത് കൊണ്ടാണ്. അത്തരം സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങളും ഒട്ടേറെ നമ്മുടെ നാടുകളിലുണ്ട്. ആ സംവിധാനങ്ങളുമായി ഇടപെട്ടിട്ടെങ്കിലും എന്റെ ബാധ്യത പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം. പക്ഷെ അവിടെ ഇരട്ടത്താപ്പുണ്ടാകാൻ പാടില്ല. ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലുമൊക്കെ നമ്മൾ കൊടുത്തയക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ വാങ്ങുന്നതിന്റെ പകുതിയാണ് ഒരു ഷെയർ വാങ്ങുന്നത്. പകുതി പൈസ ഉണ്ടാവുള്ളൂ. 100 രൂപയാണെങ്കിൽ 50 രൂപ കൊടുത്താൽ സംഗതി തീരും. അപ്പൊ കുറച്ചും കൂടി നല്ലത് അത്തരത്തിലുള്ള കാര്യമാണ് എന്ന് കരുതി ഒരു ചുളുവിൽ ഉളുഹിയ്യത്തിന്റെ പ്രവർത്തനം നിർവഹിക്കുക എന്ന് പറയുന്ന നിയ്യത്തും ഉണ്ടാകരുത്.
നേരെ മറിച്ച് നമ്മുടെ കയ്യിൽ അതിനാവശ്യമായ പണമുണ്ട് എങ്കിൽ നിശ്ചയം അതിന് ചേരാൻ തയ്യാറാകണം എന്നതാണ് ഈ സമയത്ത് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ പ്രതിനിധീകരിക്കുന്ന മഹല്ലുകളിൽ അതിന്റെ സംവിധാനം എന്താണോ അത് ഉപയോഗപ്പെടുത്തി പോകാൻ കഴിയണം. ആദർശപിതാവായ ഇബ്രാഹിം നബിയുടെ ജീവിതമാർഗവും ഹജ്ജിന്റെ സ്മരണകളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ടു പോകുന്ന സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് ആ കാര്യത്തിൽ കൂടുതൽ താൽപര്യവും ശ്രദ്ധയും ഉണ്ടാകണം എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അവന്റെ ദീനീ നിർദ്ദേശങ്ങൾ കൃത്യമായി പിന്തുടർന്ന് മാതൃകാപരമായി ജീവിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യമായ കാര്യങ്ങളെ ജീവിതത്തിൽ പാലിക്കാനും പകർത്താനും നാളെ പരലോകത്ത് സ്വർഗപ്രവേശനം കൊണ്ട് അനുഗ്രഹീതരായി തീരാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. سبحانك رب العزة أما يصفون.